നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കർമ്മ ബ്രേക്കിംഗ് ന്യൂസ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരന്മാർക്ക് വൻ തിരിച്ചടി നൽകി സുപ്രീം കോടതി. നൽകിയ ജാമ്യം റദ്ദാക്കി ഉത്തരവ്. രാജ്യത്തുടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് നിരോധിച്ച PFIയിലെ 8 അംഗങ്ങൾക്ക് അനുവദിച്ച ജാമ്യം സുപ്രീം കോടതി ബുധനാഴ്ച റദ്ദാക്കി. ബറഖത്തുള്ള ഇദ്രിസ്, മുഹമ്മദ് താഹിർ, ഖാലിദ് മുഹമ്മദ്, സയ്യിദ് ഖാജ മുഹിനുദ്ദീൻ, യാസർ അറാഫത്ത്, ഫയാസ് അഹമ്മദ് എന്നിവർക്ക് 2023 ഒക്ടോബർ 23 മദ്രാസ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെ NIA സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതിയെ തള്ളി NIAക്കൊപ്പം നിലകൊള്ളുകയാണ്. ഇവരുടെ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധി റദ്ദാക്കിയെന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിണിയാളുകൾക്കും അവരെ തലോടുന്ന പ്രാദേശിക സഖ്യങ്ങൾക്കും വൻ മുന്നറിയിപ്പാണ്. NIAക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നപ്പോൾ പുറത്തിറങ്ങി കാറ്റും കൊണ്ട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ഉടൻ ഇനി ജയിലിൽ തിരിച്ചു കയറേണ്ടി വരും. കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതികൾ നാട്ടിലല്ല ജയിലിൽ കഴിയണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്ന ഉത്തരവുകൾ വികൃതമാണെങ്കിൽ കോടതികൾക്ക് ഇടപെടാം, സുപ്രീം കോടതിയുടെ വിധിയിൽ പരാമർശിക്കുന്നു. അപ്പീലുകൾ അനുവദിച്ചിരിക്കുന്നു. വിചാരണ വേഗത്തിലാക്കണം. ഈ ഉത്തരവ് വ്യാഖ്യാനിക്കരുത്. മെറിറ്റുകളിൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിലോ ഒരു തീവ്രവാദ സംഘത്തിലോ സംഘടനയിലോ അല്ലെങ്കിൽ തീവ്രവാദ പരിശീലനത്തിലോ ഉള്ള ഏതെങ്കിലും വ്യക്തിയുടെ പങ്കാളിത്തം സംബന്ധിച്ച ഒരു വിവരവും ഈ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. പ്രസ്തുത സാഹചര്യത്തിൽ UAPA പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയതിന് അപ്പീൽ നൽകിയവർക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഈ കോടതിക്ക് ഒരു വസ്തുതയും കണ്ടെത്തുന്നില്ല. എന്നാൽ ഇതെല്ലാം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി ഏറെ ഗൗരവമുള്ളതാണ്. രാജ്യത്ത് കഴിഞ്ഞ വർഷമാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ രാജ്യവ്യാപകമായ വലിയ റെയ്ഡുകൾ നടന്നത്. ആ റെയ്ഡുകളെല്ലാം തന്നെ NIA അടക്കമുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. 2049 ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് മത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിലെ ഏറ്റവും പ്രധാനം. അതായത് രാജ്യത്ത് സ്ഫോടനങ്ങളുണ്ടാക്കി, രാജ്യത്ത് കലാപങ്ങളുണ്ടാക്കി, രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മത സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം, ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള ശ്രമം. ഇതൊക്കെ കേവലം കെട്ടുകഥകളോ അല്ലെങ്കിൽ അതിശയോക്തി കലർന്ന വാക്കുകളോ വാർത്തകളോ അല്ല. ഇതെല്ലാം തന്നെ പിടികൂടിയ ആളുകളിൽ നിന്നും രേഖകൾ സഹിതം അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പല വസ്തുതകളും ഇതിലൂടെ പുറത്തു വന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ, ആ സ്ഫോടനങ്ങളിലൂടെ രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ, അതിന് പിന്നാലെ തന്നെ രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ആസൂത്രിതമായി നടത്തിയ കലാപങ്ങളിലൂടെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഭരണകൂടത്തിനെതിരെ ആ കലാപത്തിൻ്റെ ലക്ഷ്യം തിരിച്ചുവിടാൻ, അങ്ങനെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മതഭരണം സ്ഥാപിക്കാൻ. ഇതിന് ഒത്താശ ചെയ്യുന്നതോ ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായ IS-ഉം അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റും അതുപോലെ ലഷ്കർ-ഇ-തോയ്ബയും. നമ്മളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിയ വസ്തുതകളാണ്. ലോകത്തെ ഏറ്റവും തീവ്രവാദികളായ, ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായ IS-ൽ നിന്നും ലഷ്കർ-ഇ-തോയ്ബയിൽ നിന്നും കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഫണ്ട് വരുന്നു. ആ ഫണ്ട് വരുന്നത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി. ഇതിൽ കേരളത്തിൻ്റെ പങ്ക് ചെറുതല്ല. കേരളത്തിലാണ് പല ഘട്ടങ്ങളിലും ഇതിൻ്റെ ഗൂഢാലോചനകൾ നടന്നത്. ലോക്ക്ഡൗൺ സമയത്ത് രാജ്യം മുഴുവൻ അടച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരും കേരളത്തിലേക്ക് എത്തി. കേരളത്തിലെ ഗ്രീൻ വാലി അടക്കമുള്ള മലപ്പുറത്തും കോഴിക്കോടുമുള്ള പല സെൻറ്ററുകളിലും പല തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലും
അവർക്ക് ആയുധ പരിശീലനം ലഭിച്ചു. അതായത് മതപഠനശാലകളെന്ന് പറഞ്ഞ് പൊതുവെ പുറമെ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് കടുത്ത തീവ്രവാദ പ്രവർത്തനങ്ങളാണെന്ന് NIA കണ്ടെത്തി. അങ്ങനെ കേരളത്തിലെ പ്രമുഖ തീവ്രവാദ ബന്ധമുള്ളവരെയെല്ലാം രാമാനം അന്വേഷണ സംഘം പൊക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോയി. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ UP-യിൽ, അതുപോലെ കർണാടകയിൽ, ആന്ധ്രയിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഹരിയാനയിൽ എന്നു വേണ്ട രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാസങ്ങളോളം നീണ്ട റെയ്ഡുകൾ. ആ റെയ്ഡുകളിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ രാജ്യത്ത് വലിയ വലിയ സ്ഫോടനങ്ങൾ നടന്നേനെ, രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടേനെ. അത്രത്തോളം ക്രൂരമായ ഒരാക്രമണത്തിനാണ് രാജ്യത്ത് ഈ ഭീകര സംഘടനകൾ പദ്ധതിയിട്ടിരുന്നത്. ഇതിന് പിന്നാലെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം മാത്രമാണ് ഇതിനെതിരെ പ്രതികരണവുമായി എത്തിയത്. കേരളത്തിൻ്റെ ഭരണകൂടം തന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനെ എതിർത്തു. കാരണം എല്ലാ കാലത്തും ഈ ഭീകര സംഘടനകളെ വളർത്തുന്നതിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി കൃത്യമായ ബന്ധമുണ്ട്, അവർക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും വസ്തുതകൾ അത്തരത്തിലായിരിക്കുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ NIA പിടിയിലായ 8 പേർക്ക് മദ്രാസ് ഹൈക്കോടതി ജാമ്യം നൽകുന്നത്. ഇത് അന്വേഷണ സംഘത്തെ ചെറുതായൊന്നുമല്ല ഞെട്ടിച്ചത്. കാരണം ഇത്രത്തോളം തെളിവുകൾ ഉണ്ടായിട്ടും കോടതികൾ ആ തെളിവുകൾ പരിഗണിച്ചില്ല എന്ന ഒരു വസ്തുത ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ NIA തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിൻ്റെ കാരണമുണ്ട്. ഈ ഒരു കേസിൽ ചില പ്രതികൾക്ക് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിൽ ജാമ്യം നൽകുമ്പോൾ രാജ്യത്ത് പല ഇടങ്ങളിൽ ഇതിന് സമാനമായ കേസുകൾ നടക്കുന്നുണ്ട്. ആ കോടതികൾക്കെല്ലാം സ്വാഭാവികമായും ഈ പാത പിന്തുടരാം. അങ്ങനെ പിന്തുടർന്ന് എല്ലാവർക്കും ജാമ്യം ലഭിച്ചാൽ ഇവരൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുണ്ടാകും, കേസുകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരത തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് NIA സംഘം സുപ്രീം കോടതിയിൽ സമീപിച്ചത്. സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഒരു രാജ്യത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള ഇടപെടലുകളും പ്രവൃത്തിയുമൊന്നും തന്നെ വച്ചു പെറുപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്നു. സാധാരണ ഹൈക്കോടതികൾ ഒരു ജാമ്യം നൽകിയാൽ അതിനെ സുപ്രീം കോടതികളൊന്നും റദ്ദാക്കാറില്ല, അത്തരത്തിൽ കാണാറുമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത് അപൂർവമായ ഒരു വിധിയാണെന്ന് പറയാം. കാരണം സുപ്രീം കോടതി ഈ കേസിലെ പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി മനസ്സിലാക്കുന്നു, ഈ കേസിൻ്റെ ഗൗരവം സുപ്രീം കോടതി മനസ്സിലാക്കുന്നു. ഇത്തരത്തിലൊരു വിധി വന്നില്ല എങ്കിൽ രാജ്യത്ത് സമാധാനം നിലനിൽക്കില്ല എന്നുള്ളത് സുപ്രീം കോടതി കൃത്യമായി മനസ്സിലാകുന്നു. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു ഭീകര സംഘടനയെ, ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ തീരൂ. ഇവർക്ക് നിയമത്തിൻ്റെ ഏതെങ്കിലും ഇളവുകൾ നൽകിയാൽ അത് വലിയ അബദ്ധമാകും, അത് വലിയ ആപത്താകുമെന്നുള്ളത് സുപ്രീം കോടതി കൃത്യമായി ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇത്രത്തോളം ഗൗരവമുള്ള ഒരു ഉത്തരവിലൂടെ ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട സംഘടനയിലുള്ളവർക്ക് ശക്തമായ താക്കീതാണ്. ഏത് നിമിഷവും നിങ്ങളിലേക്കും പിടിയെത്താം, നിങ്ങളെയും പിടിച്ച് അകത്തിടാം. എന്നാൽ വിചാരണ കൂടാതെ മാസങ്ങൾ നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം. കാരണം UAPA ചുമത്തിയാൽ അതാണ് നിയമം. എന്തായാലും ഇത് ചരിത്രപരമായ ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടേത് എന്നതിൽ യാതൊരു സംശയവുമില്ല.